എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 3-ാം ദിവസം. പ്രദോഷ വ്രത മാഹാത്മ്യം തുടരുന്നു. ഓം നമഃ ശിവായ. ബ്രാഹ്മണി രാജശിശുവിനെ രക്ഷിക്കുന്നത്. അപ്പോൾ ഉഷാനാമധേയാം ബ്രാഹ്മണി തൽപ്രദേശത്തേക്ക് പോന്നു വന്നിടിനാൾ. ആണ്ടു തികഞ്ഞൊരു തന്നെ പുത്രനെ കൊണ്ടു പുറപ്പെട്ടിരുന്നു നടന്നവൾ. പണ്ടു താൻ ചെയ്ത ഒരു കർമ്മശക്തിയാവന്നു കണ്ടു ചെന്നംബസിലാശു കുളിപ്പിച്ച് 2.5 നാഴിക നേരം വിചാരിച്ചു. എന്തൊരു വിസ്മയം, നല്ലൊരു ബാലകൻ കാന്താരമധ്യേ ശയിക്കുന്നു ദൈവമേ. അച്ഛനും അമ്മയുമയ്യോ മഹാനദി കച്ചപ്രദേശം വെടിഞ്ഞങ്ങു പോയവർ. വേശ്യാതനൂജനോ സ്വാധി കുമാരനോ വശാതെന്നാലും വളർത്തുന്നതുണ്ടു ഞാൻ. പൊക്കിൾ കൊടി കൂടെ വീണീല ബാലന്. ചിക്കൻ നിദാനിയും പിറന്നു വീണിടിനാൻ. കഷ്ടം മുലപ്പാൽ കുടിച്ചീല നിർണയം. ദുഷ്ടർക്ക് വന്നു പിറന്നാലിതേവരു ജാതി സംബന്ധമുണ്ടായില്ല നിശ്ചയം. ഏതു നമുക്കില്ല ദോഷം പരിഗ്രഹേ കാലക്രമത്താൽ ഗ്രഹിച്ചുവെന്നാകിലോ. ബാലന്റെ സംസ്കാരം അന്നു ചെയ്യാൻ ദൃഢം കാലഗത്യായ യഥായോഗ്യം ഭവിച്ചൊരു ബാലനെ പാലനം ചെയ്യുന്നതുണ്ടു ഞാൻ. ഇത്തം വിചാരിച്ചു നിൽക്കും ദശാന്തരേ. സത്വരം വന്നൊരു സന്യാസി ചൊല്ലിനാൻ. വിപ്രേന്ദ്രപത്നി വിചാരിക്ക വേണ്ട നീ ക്ഷിപ്രം കുമാരനെ കൈകൊള്ളടോ ശുഭേ. ശ്രേയസുമേലിൽ ഭവിക്കുന്നിനക്കെടോ പോയാലുമെന്നരുൾ ചെയ്തു പോയിടിനാൻ. ബ്രാഹ്മണി താനും ശിശുവിനെ കൈക്കൊണ്ട് ധാർമ്മികന്മാരോട് ഭിക്ഷയും മേടിച്ച് തന്നെ ഇല്ലത്തു ചെന്നുടൻ ബാലനെ തന്നെ പുത്രനെ പോലെ വളർത്തിയതു. 2 ശിശുക്കളെ കൂട്ടിലാളിക്കുകയും കണ്ട ദിക്കിൽ ചെന്ന് ഭിക്ഷ മേടിക്കുകയും ഇങ്ങനെ 4-5 സംവത്സരങ്ങളെ ഭംഗിയാ സുഖിച്ചു കഴിച്ചോരനന്തരം സുന്ദരന്മാരായ നന്ദനന്മാരോടൊന്നിച്ച് നാട്ടിലിരുന്നു നടക്കുന്ന വിപ്രപത്നി താവദേക ചക്രാഹ്വേ വിപ്രദേശേ ചെന്നു വാസമായിടിനാൾ. ഏകദാനല്ലൊരു ദേവാലയം തന്നിലാകുലം കൂടാതെ ചെന്നു എതിർച്ചയാ. പാണ്ഡിത്യശാലികൾ മേവുന്ന മണ്ഡപേ ശാഠില്യനെന്നൊരു ഭൂമി സുരോത്തമൻ. 2 ശിശുക്കളെ കണ്ടു തെളിഞ്ഞുടൻ കൊണ്ടാടി നിന്നു പറഞ്ഞു തുടങ്ങിനാൻ. ഭൂസുരന്മാരെ വിചാരിച്ച് കാൺകടോ വാസനാബന്ധം തടുത്തുകൂടാതിടം. മറ്റൊരു വംശേ പിറന്നൊരു ബാലകൻ പെറ്റ മാതാവോട് വേർപെട്ട് സാമ്പ്രതം മുറ്റും ദ്വിജേന്ദ്രകുമാരനോടൊന്നിച്ച് ചിറ്റം കലർന്നു വസിക്കുന്ന സാമ്പ്രതം എന്നതു കേട്ടു മഹീസുര സ്ത്രീ ചെന്ന് വന്ദനം ചെയ്ത് ചോദിച്ചു സഹോദം ശാണ്ഡില്യമാമുനെ ചൊൽകന്നോട്. പുണ്യപൂരാകൃതേ ബാലന്റെ വാർത്തകൾ ആരുടെ പുത്രനെന്നേതും ഗ്രഹിച്ചില്ല. കാരണം എന്തുവാൻ ഇങ്ങനെ കിട്ടുവാൻ. ഭിക്ഷു പറകയാൽ ബാലനെ കൊണ്ടെന്ന് രക്ഷിച്ചു ഞാൻ ഇത്രകാലം മഹാമുനെ. സത്യം കഥിക്ക നീ സാധു ചിന്താമണി. കൃത്യങ്ങളൊന്നും കഴിഞ്ഞില്ല ബാലനും ചൊന്നാൻ പതുക്കവേ ശാണ്ഡില്യമാമുനി. എന്നാൽ ഗ്രഹിക്ക നീ വിപ്രാങ്കനെ ശുഭേ. സത്യരഥനെന്നു പേരായ വൈദർഭ പൃഥ്വീശ്വരൻ തൻ്റെ പുത്രനീ ബാലകൻ യുദ്ധേ മരിച്ചിതോ സത്യരഥ നൃപൻ. ബുദ്ധിക്ഷയം പൂണ്ടു പോന്നു ജനനിയും. മുന്നമേ ഗർഭം ധരിച്ചു വസിച്ചൊരു മന്നവ സ്ത്രീ വനെ വന്നു പറ്റിയിടിനാൾ. വിക്രമിച്ചാളവൾ തോയപാനാർത്ഥമായി നക്രം പിടിച്ചു മരിച്ചിതു മാനിനി. ചോദിച്ചു പിന്നെയും വിപ്രപത്നി മുതാ വൈദർഭനെന്തുവാൻ അൽപായുസാകുവാൻ. ദാരിദ്ര്യ കാരണമെന്തിക്കുമാരന് പാരിൽ പ്രഭുത്വം ഇവനു ലഭിക്കുമോ. എന്നുടെ ദാരിദ്ര്യദോഷം ശമിക്കുമോ. നിന്നുടെ കാരുണ്യമുണ്ടായി വരേണമേ. കുണ്ടിന രാജാവിൻ്റെ പൂർവകഥ. എന്നതു കേട്ടു പറഞ്ഞു ശാഠില്യനും നന്ദിതു നിന്നുടെ ചോദ്യങ്ങളൊക്കവേ. കുണ്ടിനിക്ഷ്മാവതി പൂർവജന്മാന്തരെ പാണ്ഡ്യഭൂപാലനായി ജാതനായി പൂശുവേ. ധീരൻ പ്രദോഷങ്ങൾ നോറ്റു തുടങ്ങിനാൻ. ഗൗരി സഹായേന പൂജ ചെയ്യും വിധു പൗരഘോഷം കേട്ട് പൂജയും മുട്ടിച്ചു. വൈരി സംക്ഷോഭണം ശങ്കിക്ക കാരണാൽ എന്തെന്തുവാനെന്ന് ചിന്തിക്കുമന്തരെ മന്ത്രി വരുന്നത് കണ്ടു മഹിപതി. സാമന്തമന്നനെ ബന്ധിച്ചു കൊണ്ടെന്ന് താമസം കൂടാതെ മന്ത്രി മഹാബലൻ. തമ്പുരാനെ മഹാദുഷ്ട നീ ഭൂപതി വമ്പിച്ച ശത്രുവെന്നങ്ങുണർത്തിയിടിനാൻ. എങ്കിൽ കെടുപ്പിനായി നരേന്ദ്രന് ശങ്ക കൂടാതെ വധിച്ചിതു മന്ത്രിയും. രുദ്രപൂജാന്തരെ ഹിംസിക്ക കാരണം ഭദ്രമല്ലാതെ മരിച്ചിതു മന്നവൻ. പാണ്ഡ്യന്റെ പുത്രന് ശൈവ പൂജാവിധൗ താണ്ഡ്യപ്രയോഗേന ഭംഗം വരുത്തിനാൻ. അച്ഛനും പിന്നെ അപുത്രനും വൈദർഭഗേഹേ ജനിച്ചു മരിച്ചു രണാങ്കണേ. താതനും പുത്രനും ദാരിദ്ര്യവും വന്നു. ചിത്രം വിചിത്രം ചരിത്രം ശിശീരിണാം. ഇക്കുമാരൻ്റെ ജനനി ജന്മാന്തരെ സൽക്കുല ജാത
സപത്നിയെ കൊന്നിത് വക്രത കാരണം ഇജന്മം ഇങ്ങനെ നക്രം പിടിച്ചു മരിച്ചിതു ശോഭനെ. ശൈവപ്രദോഷവ്രതം കൊണ്ടു കേവലം സർവപാപങ്ങളും നീങ്ങി സുഖം വരും. സത്യം ബ്രമീവിതേ സാരം ബ്രമീവിതേ കൃത്യം ബ്രമീവിതേ തത്വം ബ്രമീവിതേ ധർമ്മം ബ്രമീവിതേ ശർമ്മം ബ്രമീവിതേ ധർമ്മം ബ്രമീവിതേ കർമ്മം ബ്രവീമിതേ. ശങ്കരാരാധനം കൊണ്ടേ മനുഷ്യർക്ക് സങ്കടം തീരൂ നിരൂപിച്ച കൊள்ക നീ. മറ്റും പ്രദോഷോപവാസ വ്രതത്തിന് മറ്റൊന്നുമില്ല സമാനമതോർക്ക നീ. കൈലാസശൈലേ വസിച്ചരുളിയിടുന്ന കാലാരിദേവൻ പ്രദോഷദയാനിധി. ശൈലേന്ദ്രപുത്രി സമക്ഷം മഹാനൃത്തം കോലാഹലം തുടങ്ങിയിടുന്നു സാദരം. വാണി ഭഗവതി വീണ വായിക്കുന്നു, വാണി മണാളനും താളം പിടിക്കുന്നു. വേണുപ്രയോഗത്തിൽ ഇന്ദ്രൻ വിശാരദൻ സ്ഥാണുപ്രിയ ദേവി കണ്ടു രസിക്കയും. ലക്ഷ്മി ഭഗവതി ഗീതമോതിയിടുന്നു, ലക്ഷ്മി സഹായകൻ മൃദംഗപ്രയോഗവും നന്ദിയും ഭൃംഗിയും കൂടെ കളിക്കുന്നു. വന്തി വൃന്ദാരകന്മാര് സ്തുതിക്കുന്നു. ഉർവശി മേനകാരംഭാതിലോത്തമ സർവകീർവാണികൾ കൂടവേ പാടുന്നു. ഗന്ധർവ കിന്നരന്മാരും നിരക്കവേ സന്ധ്യാഭ്രഹംസനെ സേവിച്ചു നിൽക്കുന്നു. സർവദേവാവലി സാന്നിധ്യമുണ്ടെന്ന് സർവം പ്രസിദ്ധം പ്രദോഷ സന്ധ്യാവിധവും. സർവദേവ പ്രസാദാർത്ഥം പ്രദോഷേഷു ശിവനെ തന്നെ ഭജിക്കണമേവനും. സർവദേവ പ്രസാദാർത്ഥം പ്രദോഷേഷു ശർവനെ തന്നെ ഭജിക്കവേണമേവനും. നിന്നുടെ പുത്രൻ കഴിഞ്ഞ ജന്മങ്ങളിൽ നന്നായി പ്രതിഗ്രഹം വാങ്ങി നടക്കയാൽ ദാരിദ്ര്യം ഇപ്പോൾ ഇവൻ അനുഭവിക്കുന്നുകൾ തീരും പ്രദോഷവ്രതം കൊണ്ടു കേവലം. ഓം നമഃ ശിവായ. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.